2016 മുതൽ 2020 വരെ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലയളവിൽ HR മാക്മാസ്റ്റർ എന്ന ഒരു സർജൻ മേജർ, ഒരു നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഉണ്ടായിരുന്നു. അദ്ദേഹം US ആർമിയിൽ ഒരു ജനറലാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പം ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ ഗാസ വിഷയത്തെ പറ്റി ചർച്ച നടന്നപ്പോൾ എനിക്കറിയാൻ സാധിച്ചത്, ഗാസയിൽ അമേരിക്കൻ സർക്കാർ ഔദ്യോഗികമായിട്ടോ വൈറ്റ് ഹൗസിനോ അറിവോടുകൂടിയോ ഒഫീഷ്യലായിട്ട് ഒരു പദ്ധതിയും തന്നെ നടക്കുന്നില്ല, അത് പിടിച്ചെടുക്കുന്നതിനോ മറ്റുമായിട്ട്. എന്നാൽ സ്വകാര്യമായിട്ട് ട്രംപിന് അങ്ങനെ ഒരു പദ്ധതിയുണ്ട് അമേരിക്കയ്ക്ക് പിടിച്ചടക്കാൻ. എന്തുകൊണ്ട് അത് പരസ്യമായിട്ട് ഗവൺമെന്റ് പോളിസി എന്നോണം അത് പുറത്തു വന്നില്ല എന്നതിന് കാരണം, നെതന്യാഹുവിന്റെ ഒരു അഭ്യർത്ഥന പ്രകാരം അവിടെയുള്ള ബന്ദികളെ ഇന്നും 3 ബന്ദികളെ വിട്ടയച്ചിട്ടുണ്ട്. അതിന് പകരം 153 പാലസ്തീനി തടവുകാരെ ഇസ്രായേല് പാലസ്തീന് വിട്ടുകൊടുക്കുന്നു. അപ്പൊ ആ ബന്ദികളെ ജീവനോടെ കിട്ടുകയും, നമ്മൾ ഓർക്കണം, ഈ 3 ബന്ദികൾ, നിങ്ങൾ ആ വീഡിയോസ് ഫോട്ടോസ് കാണണം. വളരെ ശോചനീയമായ അവസ്ഥയിൽ 16 മാസം ആരോഗ്യസ്ഥിതി. ഇസ്രായേലി പ്രസിഡന്റ് തന്നെ ഇത് കണക്കെഴുതി വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ കണക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് ഇസ്രായേല് പറഞ്ഞിരിക്കുന്നത്. കാരണം വെറുതെ നിന്നിരുന്ന സിവിലിയൻ ആയിരിക്കുന്ന പൗരന്മാരെ ഒക്ടോബർ 7-ാം തീയതി 2023 പിടിച്ചു കൊണ്ടുപോയി 16 മാസം ബന്ദിയാക്കി വെച്ചു. പക്ഷെ മറ്റുള്ളവരെ തിരിച്ചു കിട്ടുന്നത് വരെ അവർ ശാന്തമായി നിൽക്കുക എന്നതാണ് പോളിസി. ഇനി ഗാസയിലേക്ക് തിരിച്ചു വരുമ്പോൾ, ഈ ഒരു ബന്ദി മോചനം തീരുന്നതിന് വരെ നിശബ്ദമായിട്ടും അധികം പ്രകോപനപരമായിട്ടുള്ള സന്ദേശങ്ങൾ ആർക്കും കൊടുക്കരുത് എന്നാണ് ട്രംപിനോട് നെതന്യാഹുവും മറ്റും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം നമുക്കറിയാം, ട്രംപ് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന് ന്യൂയോർക്ക് 5th അവന്യൂവിൽ, കൊളംബസ് സർക്കിളിൽ, സെൻട്രൽ പാർക്കിന്റെ അടുത്തൊക്കെ വലിയ കെട്ടിടങ്ങളുണ്ട്. ലോകത്തിലെ വലിയ വലിയ നഗരങ്ങളിലൊക്കെ, ബോംബെയിലും ഗൾഫ് രാജ്യങ്ങൾ, ദുബായിൽ, എല്ലായിടത്തും ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരാളാണ്. മോസ്കോ, റഷ്യ, അങ്ങനെ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഭീമനാണ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ അദ്ദേഹത്തിന് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലയളവിൽ ഈ ബിസിനസ് നടത്താൻ സാധിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ ബിസിനസ്സുകൾ മുഴുവനും ഇപ്പം നടത്തുന്നത് ഡൊണാൾഡ് ട്രംപ് ജൂനിയർ, അദ്ദേഹത്തിന്റെ മകനാണ്. അദ്ദേഹത്തിന്റെ മകനാണ് ഈ ബിസിനസ്സുകൾ കൊണ്ടു നടക്കുന്നത്. ഒപ്പം തന്നെ മരുമകൻ ജാരഡ് കുഷ്ണർ, ഇവാങ്കയുടെ ഭർത്താവ്, ഇവരൊക്കെ ബിസിനസ്സിൽ ജൂതനാണ്. അദ്ദേഹം ഇടപെട്ടിരിക്കുകയാണ്. അപ്പൊ ട്രംപിന് വ്യക്തമായിട്ടൊരു ട്രംപ് ടവർ ഗാസയിൽ, ഇന്ന് നമ്മൾ കാണുന്ന ഗാസയിലെ തീരത്തോട് ചേർന്ന് പണിയുന്നതിന് വേണ്ടി പദ്ധതിയുണ്ട്. ആ ട്രംപ് ടവറും അതിനോട് അനുബന്ധമായിട്ട് കുറച്ച് കെട്ടിടങ്ങളും ഗോൾഫ് ക്ലബോ അങ്ങനെയുള്ള ഈ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ട്രംപിന് താല്പര്യമുണ്ട്. ഒപ്പം തന്നെ ഈ പ്രദേശങ്ങളിൽ ഒരു ഏകദേശം അതിൽ വരുന്ന വീടുകളുടെ മിനിമം സ്റ്റാർട്ടിങ് പോലും ഏകദേശം $3 മില്യൺ, 25 കോടി രൂപയോളം മുതൽ $10 മില്യൺ വരെ വരുമെന്നാണ് ട്രംപിന്റെ ബിസിനസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ അദ്ദേഹത്തിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ സുഹൃത്തിൽ നിന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. എൻ്റെ സുഹൃത്ത്, അദ്ദേഹം ഇപ്പം നടക്കുന്ന, എനിക്ക് പേര് പറയാൻ സാധിക്കാത്ത പല യുദ്ധങ്ങളിലും അവരെ ട്രെയിൻ ചെയ്യുന്നതിനു വേണ്ടി പലപ്പോഴും പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. US ആർമി സോൾജറാണ് അദ്ദേഹം ആർമിയിൽ നിന്ന് പുറത്തിറങ്ങിയാലും ഇത്തരത്തിൽ യുദ്ധത്തിന് വേണ്ടി നേരിട്ട് അമേരിക്ക യുദ്ധത്തിലില്ല. റഷ്യയിലാണെങ്കിലും മിഡിൽ ഈസ്റ്റിലാണെങ്കിലും യുദ്ധത്തിനില്ല. പക്ഷെ അതിനു വേണ്ടി ബാക്കപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പം അതിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിൽ നിന്നും അറിയാൻ സാധിച്ചതാണ്. അപ്പോൾ ഇത് ദുബായ് ഒക്കെ പോലെ വലിയൊരു സാമ്രാജ്യമാണ് ഗാസയിൽ വരാൻ പോകുന്നത്. ഒരു വലിയ കെട്ടിട സമുച്ചയങ്ങളും ഇത്ര നാളും നമുക്കറിയാം, കെട്ടിടങ്ങളൊക്കെ ബോംബിങ്ങിലൂടെ തകർന്ന് 80% ഇല്ലാതായിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പൊ പറയുന്നത് ഇവർ വിട്ടുപോകില്ല എന്നാണ്. പലസ്തീനിലുള്ള ഒരു ഏകദേശം ഒരു
23 ലക്ഷത്തോളം ജനങ്ങൾ അവിടെ നിന്ന് വിട്ടുപോകില്ല. പക്ഷേ ഈജിപ്തും ജോർദാനും ലബനനും പോലെയുള്ള രാജ്യങ്ങളിലേക്ക് അവരെ നിർബന്ധിതമായി മാറ്റി പാർപ്പിക്കും. അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുക. അപ്പോൾ ഏകദേശം 25 കോടി മുതലാണ് ഇവിടെ പണിയാൻ പോകുന്ന ഓരോ വീടുകൾക്കും വില മതിക്കാൻ പോകുന്നത്. നമുക്കറിയാം മധ്യപൂർവേഷ്യയിൽ നമ്മൾ മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ ദുബായ്, അബുദാബി, കുവൈറ്റ് സിറ്റി, ബഹ്റൈനൊക്കെ വളരെയധികം പുരോഗമിച്ച് അതുപോലെയുള്ള ഒരു സെലിബ്രിറ്റി സിറ്റികൾ. അപ്പോൾ അതിനേക്കാളും കിടപിടിക്കാവുന്ന ഒരു സിറ്റി ട്രംപിൻ്റെ അമേരിക്കയുടെ അധീനതയിലും അവിടെ പണിയപ്പെടുമെന്നാണ്. ഇതിനു വേണ്ടി ഇദ്ദേഹം കാണുന്ന പാർട്ട്നേഴ്സ് നമുക്കറിയാം. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഡമാക് ദുബായിലുള്ളവരൊക്കെ ഏറെ പരിചിതമായിരിക്കും, UAEയിലുള്ളവർക്ക് പരിചിതമായ ഡമാക് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് അദ്ദേഹം 2 ആഴ്ച മുമ്പ് വാഷിങ്ടൺ DC ഇദ്ദേഹം ജയിച്ചതിന് ശേഷം വന്നിരുന്നു. അപ്പോൾ അമേരിക്കയിൽ $20 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി അദ്ദേഹം പറഞ്ഞു. ട്രംപിനെ വളരെയധികം പുകഴ്ത്തി പറയുകയും ട്രംപിനോടുള്ള അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ പേര് ഹുസൈൻ സജൻവാല ആട്ടെയാണ്, ഹുസൈൻ സജൻവാല. ഇദ്ദേഹം ഈ ഡമാക് പ്രോപ്പർട്ടീസ് ഇതിലെ വലിയൊരു ഭാഗമാണ്. ഈ ഗാസയിൽ റിയൽ എസ്റ്റേറ്റ് ഉണ്ടാക്കുന്നതിനും അതൊരു മൊത്തമായിട്ടുള്ളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെ, ഒപ്പം തന്നെ ഒരു പക്ഷേ അമേരിക്കയുടെ ഒരു മിലിറ്ററി ബേസും. അത് ഈ ബന്ദികളെ ലഭിച്ചതിന് ശേഷം അവിടെയുള്ള പാലസ്തീനികൾക്ക് സ്വയമേവേ ഒഴിഞ്ഞു പോകുവാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാകും. അതല്ല എങ്കിൽ അവിടെ വ്യക്തമായ അമേരിക്കൻ പ്രസൻസ് ഉണ്ടാകാൻ പോവുകയാണ്. ഒപ്പം തന്നെ ഇസ്രായേലിന് ഇനി അവിടെ നിന്നൊരു ഭീഷണി വരാനായിട്ടുള്ള ആഗ്രഹമില്ല. നമുക്കറിയാം ഈ അവിടെ ഇനിയും ഇത്തരം തീവ്രവാദികൾ വളർന്നു വരികയും ഹമാസ് മുളച്ചു വരികയും ചെയ്താൽ അവരൊരു ഈർക്കിൽ പടക്കം പൊട്ടിച്ചിടും, ഇസ്രായേൽ വന്ന് വീണ്ടും ബോംബ് ചെയ്യും. അപ്പം അങ്ങനെ നിരപരാധികളായ പലസ്തീനികളെ കൊല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി, അവരെ അറബ് രാജ്യങ്ങളിലേക്കോ എവിടേക്കിലേക്കും മാറ്റുക എന്ന പദ്ധതി. ഒപ്പം തന്നെ സൗദിക്കും ഈ ഒരു പ്രൊജക്റ്റിൽ താല്പര്യമുണ്ട്. പരസ്യമായിട്ട് ഇവരൊക്കെ എതിർക്കും. പരസ്യമായിട്ട് കൂടുതലായിട്ട് എതിർക്കുന്നത് ഈജിപ്റ്റ്, ഖത്തർ പോലെയുള്ള രാജ്യങ്ങളാണ്. എന്നിരുന്നാലും രഹസ്യമായിട്ട് ഈ പ്രൊജക്റ്റിൽ ട്രംപിനോട് ചേർന്ന് നിൽക്കാനാണ് അറബ് ഇന്ന് സാംസ്കാരികമായി മുന്നിൽ നിൽക്കുന്ന അറബ് രാജ്യങ്ങൾക്ക് താല്പര്യം. കാരണം ട്രംപുമായിട്ട് ഏറ്റുമുട്ടാനായിട്ടുള്ള ഭയമുണ്ട് അവർക്ക്. ഒപ്പം തന്നെ ഇങ്ങനെയുള്ള ഒരു പ്രൊജക്റ്റ് വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അവരുടെ രാഷ്ട്രങ്ങൾക്കും ടൂറിസത്തിനും ഒക്കെ ഗുണം ചെയ്യുമെന്നുള്ളത് കൊണ്ട് ഇവിടെ വലിയൊരു ഗാസയിലൊരു ബീച്ച് റിസോർട്ട്, അത് വലിയൊരു പ്രദേശമാണ്, 23 ലക്ഷം ജനങ്ങൾ ജീവിക്കുന്ന പ്രദേശം. അപ്പൊ നല്ലൊരു ഡെവലപ്പിംഗ് ഇതായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇപ്പം നമുക്കറിയാം സൗദി രാജകുമാരൻ അവിടെ ഒരു പുതിയൊരു നിയോൺ എന്ന് പറഞ്ഞൊരു സിറ്റി ഉണ്ടാക്കുന്നു. അപ്പൊ അത്തരത്തിലൊക്കെ കിടപിടിക്കാവുന്ന രീതിയിലുള്ളൊരു പ്രദേശമാണ്. അതിൽ ട്രംപിന്റെ ടവറിന് 25 കോടി മുതൽ ഏകദേശം 100 കോടി രൂപ വരെ വില വരുന്ന പ്രോപ്പർട്ടീസ് ട്രംപ് തന്നെ വിൽക്കുമെന്നാണ് നമുക്കറിയുന്നത്. ദുബായിലൊക്കെ നമുക്കറിയാം പ്രോപ്പർട്ടീസ് ഉള്ള നമ്മുടെ തന്നെ സിനിമാക്കാരും വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ ദുബായിൽ പോയി വീടുകളും വില്ലകളൊക്കെ വാങ്ങുന്ന അതിൻ്റെ ഒരു പ്രീമിയം സ്റ്റൈൽ ആണ് വരുന്നത്. നമ്മൾക്ക് പലരും ഇത് സംഭവിക്കുക, എങ്ങനെ സംഭവിക്കുക, അവിടെ 23 ലക്ഷം ആൾക്കാരില്ല എന്നൊക്കെ നമ്മളുടെ കൊച്ചു കേരളത്തിൽ പോലും അതൊന്നും സാധിക്കാൻ പോകുന്ന കാര്യം. ഈ കാര്യങ്ങൾ കുറെ അവർ പറയുന്നതിൽ മേലെ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതും സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ ട്രംപ് ടവർ ഗാസയിലെ പാലസ്തീനികളെ ഒഴിപ്പിച്ച് വരുന്നു. ഒപ്പം അമേരിക്കയുടെ വലിയ ഇൻവെസ്റ്റ്മെന്റ്സും ഒരു മിലിറ്ററി ബേസും അവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ബന്ദികളെ സുരക്ഷമായി ലഭിക്കുന്നതിന് ശേഷം ഡമാക് പ്രോപ്പർട്ടീസ്, ഹുസൈൻ സജൻവാല, ട്രംപിന്റെ മകൻ ഡോൺ ജൂനിയർ, ഇത്തരത്തിലുള്ള ബിസിനസ് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ പാടിക്കൂടി വലിയൊരു പ്രൊജക്ട് ഗാസയിൽ വരുന്നു. അത് ഞാൻ ഇത്രയും പറയാൻ കാരണം മധ്യപൂർവേഷ്യയിൽ കുറെ അധികം മലയാളികൾ തിങ്ങിപ്പാർക്കുന്നുണ്ട്. നല്ല സാഹചര്യങ്ങൾ, അവിടെ തൊഴിലവസരങ്ങൾ വരാൻ പോവുകയാണ്. മലയാളികൾക്കും ഒരു സുവർണകാലമായിരിക്കും ഗാസയിൽ തൊഴിലവസരങ്ങൾ. തന്നെയുമല്ല അവിടെയുള്ള തീവ്രവാദ പദ്ധതികൾ. ഇപ്പം ഇതിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തമാശ എന്നോണം പറഞ്ഞതാണ്. ഓൾറെഡി ഹമാസ് അവിടെ ടണലുകൾ പണിതിട്ടുണ്ട്. അപ്പോൾ വലിയ കെട്ടിടങ്ങൾ പണിയണമെങ്കിൽ പൈലിംഗ് ചെയ്യണം.
ആ പൈലിങ് ഈ ടണലുകൾ കിടക്കുന്നതുകൊണ്ട് കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ട് ബിൽഡിംഗ് പണിയാനായിട്ട് ആ ടണലുകൾ ഉപകാരപ്പെടുമെന്ന് ഹാസ്യരൂപേണ ഇദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. അപ്പൊ ആ ടണലുകളിന്റെ ഉള്ളിൽ കോൺക്രീറ്റ് നിറച്ച് മേലേക്ക് കെട്ടിടങ്ങൾ പൊക്കി പണിയാനായിട്ടുള്ള സാഹചര്യമാണ് നമ്മൾ അവിടെ കാണുന്നത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. എല്ലായിടത്തും നല്ലത് വരട്ടെ, നല്ല പ്രൊജക്ട്സ് വരട്ടെ, ശാന്തിയും സമാധാനവും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കാം.